യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗം. സുദീർഘമായ ഒരു സുവിശേഷ രംഗവിവരണമാണ് നാം ഇന്ന് വായിച്ച് കേട്ടത്. ക്രിസ്തുനാഥൻ്റെ പുനരുദ്ധാനത്തിൽ ശരിയായ വണ്ണം വിശ്വസിക്കാത്ത ശിഷ്യന്മാരെ കൂടെ നടന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തമ്പുരാനെയാണ് നമ്മളിന്ന് തിരുവചനത്തിൽ കാണുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കണ്ടെത്തുന്ന തോമാസ് ലീഹായെ അനുരഞ്ജനപ്പെടുത്താനും അവനെ സുവിശേഷത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അവന് വേണ്ടി മാത്രം രണ്ടാമത് ഒന്ന് പ്രത്യക്ഷപ്പെട്ട ഈശോയെ നമ്മുടെ വചനത്തിൽ കണ്ടെത്തുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൽ 2 ശിഷ്യന്മാർ ഒരുമിച്ചുള്ള ഒരു യാത്ര നടത്തുന്നതാണ് ഇന്ന് തിരുവചനത്തിൽ നമ്മൾ കണ്ടെത്തുക. ഈ 2 ശിഷ്യന്മാർ ഒരുപക്ഷെ ആ മുറിയിലിരിക്കുന്നതിൻ്റെ സുഖക്കുറവ്, ഒരു മുറിയിൽ അടച്ചിട്ട് യഹൂദരെ ഭയന്ന് ജീവിക്കുന്നതിനേക്കാളും സന്തോഷകരമാണ് എന്ന് കരുതി ഒരു റിലീഫിന് വേണ്ടിയിട്ടാകാം അവരുടെ ബന്ധുമിത്രാദികളുടെയോ കൂട്ടുകാരുടെയോ ആരുടെയോ ഭവനം എമ്മാവൂസ് അവിടേക്ക് യാത്ര പുറപ്പെടുത്തി. ഈ 2 പേരുടെ യാത്ര കൃത്യമായി തിരിച്ചറിഞ്ഞ യേശുതമ്പുരാൻ കൂടെ നടന്ന് അവരെ ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. ഗുരുനാഥനെ പിരിഞ്ഞതിൻ്റെ ദുഃഖം ഈ 2 ശിഷ്യന്മാരും വളരെ നൊമ്പരത്തോടെ നമ്മളെ അറിയിക്കുന്നു. കൂടെ നടന്നവൻ ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. പോകുന്ന വഴിയിൽ കൂടെ നടന്നവൻ അവരുടെ ദുഃഖവും നൊമ്പരവും ഒക്കെ തിരിച്ചറിഞ്ഞ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ ഇങ്ങനെ ദുഃഖാർത്ഥരായിരിക്കുന്നത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ നൊമ്പരവും വേദനകളും ഒക്കെ വർണ്ണിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പ്രവചന ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങളുമെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം ബോധ്യപ്പെട്ട് എമ്മാവൂസ് ഗ്രാമത്തിൽ അവരെത്തിയപ്പോൾ അവരുടെ വിശ്രമ സ്ഥലത്തേക്ക് കയറിയപ്പോൾ യാത്ര തുടരുന്നതായി ഭാവിച്ച തമ്പുരാനെ അവർ പറഞ്ഞു, ഞങ്ങളോടൊത്ത് വസിക്കണം. അങ്ങനെ ഈശോ അവരുടെ കൂടെ വസിക്കുന്നവനായി എമ്മാവൂസിലെ കൊച്ചു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വെച്ച് അപ്പം മുറിക്കുമ്പോൾ അവൻ ശിഷ്യന്മാർക്ക് മുറിച്ചു കൊടുത്ത അപ്പം പരിശുദ്ധ കുർബാനയായി മാറുന്നത് നാം തിരിച്ചറിയുന്നുണ്ട്. അപ്പമായി അലിഞ്ഞ് അവരുടെ ഹൃദയത്തിലേക്ക് അവൻ പ്രവേശിച്ചപ്പോൾ അവരുടെ കണ്ണ് തെളിഞ്ഞു. കൂടെ നടന്നിരുന്നവൻ യേശുവാണ് എന്നവർ തിരിച്ചറിഞ്ഞു. പക്ഷേ യേശു അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. ഈ അപ്രത്യക്ഷപ്പെടൽ അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ഉള്ളുകളിലേക്ക് ആയിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ വിശുദ്ധ കുർബാന എന്ന വലിയ രഹസ്യത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാം. ആ തിരിച്ചറിയലാണ് അവരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുന്നത്. അവൻ നമ്മളോട് വചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കുകയായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. ഒരു തിരിച്ചറിവിൻ്റെ ലോകത്തിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. ദിവ്യകാരുണ്യമായി നമ്മിൽ അവൻ അലിഞ്ഞ് ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നവനായി തമ്പുരാൻ രൂപാന്തരപ്പെടുമ്പോൾ അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ താളമായി, എൻ്റെ മനസ്സിൻ്റെ ശക്തിയായി, ചൈതന്യമായി രൂപാന്തരപ്പെടുമ്പോൾ പിന്നെ അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം വചനബദ്ധമായിട്ട് തീരും. ഞാൻ വായിക്കുന്ന വചനങ്ങളും ഞാൻ ഉൾക്കൊള്ളുന്ന നീതിശാസ്ത്രങ്ങളുമെല്ലാം അവൻ്റെ പ്രമാണത്താൽ, അവൻ്റെ സാന്നിധ്യത്താൽ, അവൻ്റെ ശക്തിയാൽ അഭിഷിക്തമാകും. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് എന്നുമെന്നും കടന്നു വരുമ്പോൾ അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണാം, കൊടുക്കേണ്ട ഭവ്യതയോടെ സ്വീകരിക്കുക. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുരഞ്ജന കുദാശയിലൂടെ നമ്മളെ തന്നെ
പുതുതാക്കി. പൗലോസ്ലീഹ സൂചിപ്പിക്കുന്ന അയോഗ്യതകളൊക്കെ മാറ്റിവെച്ച് ശിക്ഷാവിധി ഭക്ഷിക്കാനും പാനം ചെയ്യാനും ഇടയാകാതെ ഇരിക്കത്തക്ക വിധം നമുക്ക് അവനെ സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും യേശുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ജീവിക്കാൻ, അവനെ സ്വീകരിച്ച് ഹൃദയത്തിൽ പേറുന്നവരായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. ദിവികാരുണ്യ ഭക്തിയിൽ, ദിവികാരുണ്യ സ്വീകരണത്തിൽ നിരന്തരം ശ്രദ്ധ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും അവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.